വഖഫ് ഭേദഗതി നിയമത്തിന് മുൻകാല പ്രാബല്യമില്ല. വലിയ തലക്കെട്ടാണ് ഇന്ന് മലയാള മനോരമ, മാതൃഭൂമി, അത് ഇതൊക്കെ. ഇന്നലെ ചാനലുകാരും ഭീകരമായിട്ട് വഖഫ് ബോർഡിന് തിരിച്ചടി. വാസ്തവത്തിൽ ഒരടിയുമില്ല, തിരിച്ചടിയുമില്ല. ഇതിൻ്റെ സത്യാവസ്ഥ ഞാൻ പറഞ്ഞു തരാം. ഇതൊക്കെ കഴിഞ്ഞ 7-ാം തീയതി ഹൈക്കോടതിയുടെ ജഡ്ജ്മെൻറ്റാണ്. 7-ാം തീയതി 12-ാം തീയതി ചാനലുകളിട്ട് ആഘോഷിക്കുന്നു, 13-ാം തീയതി പത്രങ്ങൾ ആഘോഷിക്കുന്നു. എന്തോ മഹാകാര്യമാണെന്നുള്ള മട്ടിൽ ഒരു മഹാകാര്യം സംഭവിക്കുന്നില്ല. ഈ വഖഫ് ഭേദഗതിക്ക് മുൻകാല പ്രാബല്യമില്ല എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ മനസ്സിൽ വിചാരിക്കുന്നതാ പാർലമെൻറ്റിൽ വരാൻ പോകുന്ന വഖഫ് ഭേദഗതി. അത് JPCയിൽ ഇരിക്കുകയാണ്, ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിയുടെ പരിശോധനയിലാണ്. അതിന് മുൻകാല പ്രാബല്യമില്ല എന്ന് കേരള ഹൈക്കോടതി പറഞ്ഞു. അതിന് പ്രാബല്യമേ ഇല്ല, പിന്നെ വേണ്ട മുൻകാല പ്രാബല്യം. അത് ബില്ലായിട്ടില്ല, ആക്റ്റായിട്ടില്ല, അത് കമ്മിറ്റിയുടെ ചർച്ചയിൽ ഇരിക്കുകയാണ്. ഇവിടെ സംഭവിച്ചതെന്താണെന്ന് വെച്ചാൽ കോഴിക്കോട് ഒരു പോസ്റ്റ് ഓഫീസ്, ആ പോസ്റ്റ് ഓഫീസ് ഈ JDT എന്തോ ജമാഅത്ത് സംതിങ് ആയിരിക്കും, JDT ഇസ്ലാം ഓർഫനേജ് കമ്മിറ്റി വെള്ളിമാടുകുന്ന്. ഈ ഓർഫനേജ് കമ്മിറ്റി അനാഥാലയത്തിൻ്റെ വേറെ ഒരു ബിൽഡിങ്ങിൽ പോസ്റ്റ് ഓഫീസ് പ്രവർത്തിക്കുന്നു. ആ പോസ്റ്റ് ഓഫീസ് പ്രവർത്തിക്കുന്നു, പോസ്റ്റ് ഓഫീസ് വാടകയും കൊടുക്കുന്നു, ഒക്കെ ചെയ്യും. കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഈ ഓർഫനേജ് കമ്മിറ്റി പറഞ്ഞു, അതേ ഞങ്ങളിതൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആക്കി മാറ്റാൻ പോവുകയാണ്, പോസ്റ്റ് ഓഫീസ് നമുക്ക് തൊട്ടടുത്ത ബിൽഡിങ്ങിലാക്കാം, ഞങ്ങളുടെ തന്നെ ബിൽഡിങ്ങാണ്. പോസ്റ്റ് ഓഫീസുകാർ സമ്മതിച്ചിട്ട് അവർ ഒരു കാര്യം മാത്രം പറഞ്ഞു, അവിടെ നിന്ന് ഗ്രില്ലൊന്നും ഇട്ട് ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യണം, പോസ്റ്റ് ഓഫീസിൽ അതിനുള്ള സുരക്ഷ പോരാ, അത്യാവശ്യം ഗ്രില്ലിട്ട് മറച്ച് റെഡിയാക്കണം. അതൊക്കെ ശരിയാക്കി തരാം എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ഓഫീസുകാർ മാറിക്കഴിഞ്ഞിട്ട് ഇവർ ഗ്രില്ലൊന്നും ഇട്ടില്ല. ആ പോസ്റ്റ് ഓഫീസുകാർ ഇടയ്ക്കിടയ്ക്ക് ചേട്ടാ ഗ്രില്ലൊന്നും ഇട്ടില്ലല്ലോ, അത് പറഞ്ഞു, ആ പണിക്കാരെ കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് വർഷങ്ങളിങ്ങനെ പോവുകയാണ്. ഇതിനിടയ്ക്ക് 2014 ആയപ്പോൾ ഗ്രില്ലിട്ട് കഴിഞ്ഞ് ഈ ഉടമസ്ഥന്മാർ, ഈ ഓർഫനേജ് പറഞ്ഞു, ഞങ്ങൾ ഈ വാടക കരാർ റദ്ദാക്കുകയാണ്, നിങ്ങൾ ഒഴിഞ്ഞു തരണം, ഈ ബിൽഡിങ്ങും ഒഴിഞ്ഞു തരണം. പോസ്റ്റ് ഓഫീസുകാരെന്ത് ചെയ്തു, അവർ മാതൃഭൂമിയിലും മനോരമയിലും പരസ്യം കൊടുത്തു. ആ പോസ്റ്റ് ഓഫീസ് നടത്താനായിട്ട് വാടക കെട്ടിടം വേണം കോഴിക്കോട് എന്ന് പറഞ്ഞിട്ട് പരസ്യം കൊടുത്തു. ആരും പരസ്യത്തിന് ടെൻഡർ കൊടുക്കാനോ ആരും വന്നില്ല. എന്തു ചെയ്യും? കാരണം പോസ്റ്റ് ഓഫീസ് എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാർ നിശ്ചയിച്ച തുക അത് ഇത് ഒക്കെ വെച്ചിട്ട് ഈ പറയുന്ന മാതിരിയുള്ള കൊമേഴ്ഷ്യൽ വാടക കിട്ടുകയില്ല, അങ്ങനെ എന്തോ പ്രശ്നം കാണുമായിരിക്കും. എനിക്കതിൻ്റെ സത്യാവസ്ഥ അറിയില്ല. ഏതായാലും ആരും കൂട്ടിയില്ല. ഇതിനിടയ്ക്ക് വഖഫ് ബോർഡ് ഇടപെട്ടു. കാരണം ഈ JDT ഇസ്ലാം ഓർഫനേജ് കമ്മിറ്റി അവരുടെ അനാഥാലയം, അവരുടെ മറ്റ് പ്രോപ്പർട്ടി, ഇതെല്ലാം വഖഫ് പ്രോപ്പർട്ടിയാണെന്നാണ് സങ്കല്പം. അതുകൊണ്ട് വഖഫ് ബോർഡ് ഇടപെട്ടിട്ട് പോസ്റ്റ് ഓഫീസിലിരിക്കുന്ന സീനിയർ സൂപ്രണ്ട് ഓഫ് പോസ്റ്റ് ഓഫീസസ്, പിന്നെ സബ് പോസ്റ്റ് മാസ്റ്റർ, ഈ K സുകുമാരൻ സീനിയർ സൂപ്രണ്ട്, K പ്രേമ സബ് പോസ്റ്റ് മാസ്റ്റർ, ഈ 2 പേർക്കും എതിരെ ക്രിമിനൽ കേസ് കൊടുക്കാൻ വകുപ്പുണ്ട് വഖഫ് ആക്ട്. നിങ്ങൾ അനധികൃതമായിട്ട് ഭൂമി കൈവശം വെച്ചു, അത് തിരിച്ച് വഖഫ് ബോർഡിന് കൊടുത്ത് പ്രാണൻ പിടിക്കാമെന്ന് വിചാരിച്ചാൽ പറ്റില്ല. നിങ്ങൾക്ക് ശിക്ഷയുണ്ട്, 2 വർഷം കഠിന തടവ്. അപ്പോൾ ഈ സീനിയർ സൂപ്രണ്ടിനെയും സബ് പോസ്റ്റ് മാസ്റ്ററെയും 2 വർഷം കഠിന തടവിന് വിധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വഖഫ് ബോർഡ് മജിസ്ട്രേറ്റ് കോടതിയിൽ പോയി. ഇവർ അപ്പോഴത്തേക്ക് പാവം റിട്ടയറായി കാണും കേട്ടോ. ഇവർ മജിസ്ട്രേറ്റ് കോടതിയുടെ ഈ ഉത്തരവ് ചലഞ്ച് ചെയ്തുകൊണ്ട് ഹൈക്കോടതിയിൽ വന്നു. അപ്പോൾ ഇത് ഈ കേസെടുക്കുക, ക്രിമിനൽ കേസെടുക്കുക, സാധാരണഗതിയിൽ സിവിൽ കേസിൽ ക്രിമിനൽ കേസില്ല, ഇല്ലേ? നമ്മളിപ്പോൾ മറ്റൊരാളുടെ ഭൂമി 5 സെൻറ്റ് കയറ്റി ഇപ്പുറത്തേക്ക് മതിലിട്ടിരിക്കുന്നു, അയാൾ തർക്കം ഉന്നയിക്കും, മുനിസിപ്പൽ കോടതിയിൽ പോകും, അളക്കാൻ പറയും, അളക്കും. അപ്പോൾ അയാളുടെ 5 സെൻറ്റ് നമ്മളുടെ ഉള്ളിലുണ്ട്, നമ്മുടെ കോമ്പൗണ്ടിലുണ്ട്. ആ 5 സെൻറ്റ് മാറ്റിയിട്ട് മതിലിടുക എന്ന് പറയും, ഇടും. എന്നാൽ
ഈ 5 സെൻറ്റ് ഇത്രയും കാലം കൈവശം വെച്ചുകൊണ്ടിരുന്നു എന്നുള്ള കുറ്റത്തിന് നിങ്ങൾക്ക് തടവ് ശിക്ഷയുണ്ടോ? ഇല്ല. ആ കയ്യേറിയ ഭൂമി തിരിച്ചു കൊടുക്കുക എന്നുള്ളതല്ലാതെ അതിൽ ക്രിമിനൽ കേസില്ല. ബട്ട് വഖഫ് ആക്റ്റിൽ ക്രിമിനൽ കേസുണ്ട്. അതാണ് രസം. അതാണ് 2013 കൊണ്ടുവന്ന ഭേദഗതി. അതുവരെ വഖഫ് ആക്റ്റ് ഈ മറ്റ് രീതിയിൽ ഇപ്പം ശരി വഖഫിൻ്റെ ആണ് ഭൂമി എന്ന് പറഞ്ഞാൽ ആ ഭൂമി വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ വഖഫ് അടങ്ങിക്കോളും. ഇതങ്ങനെയല്ല. ഈ ഭൂമി ഇതുവരെ കൈവശം കള്ളം വെച്ചുകൊണ്ടിരുന്നോടാ, കള്ളാന്നൊക്കെ ചോദിച്ചുകൊണ്ട് 2 വർഷത്തെ തടവ് ശിക്ഷ. അതിന് മജിസ്ട്രേറ്റ് കോടതിയിൽ പരാതി കൊടുക്കും. അല്ല വെറുതെ പോലീസ് വരില്ല. വഖഫ് ബോർഡ് മജിസ്ട്രേറ്റ് കോടതിയിൽ പരാതി കൊടുത്തിട്ട് മജിസ്ട്രേറ്റിൻ്റെ ഉത്തരവോടുകൂടിയേ നിങ്ങളെ പിടിച്ചുകൊണ്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം ഇങ്ങനെ വഖഫ് ബോർഡ് മജിസ്ട്രേറ്റ് കോടതിയിൽ പോയി കഴിഞ്ഞപ്പോൾ 2017 ഇവർ ഓടി ഹൈക്കോടതിയിൽ വന്ന് ഞങ്ങളെ രക്ഷിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരുടെ വാദം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2013 മുമ്പാണ് ഈ ഗുലുമാലെല്ലാം നടന്നത്. അതുകൊണ്ട് 2013 വന്ന ഈ ഭേദഗതി ഉണ്ടല്ലോ, ക്രിമിനൽ കേസ് എടുക്കും, 2 വർഷം തടവ് ശിക്ഷ, ഇതൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല. അല്ലല്ലോ, ആവാൻ പാടില്ലല്ലോ. ഇപ്പോൾ പൊതുസ്ഥലത്ത് പുകവലി നിരോധിച്ചു. ഇന്നലെ പുകവലിച്ചു എന്ന് പറഞ്ഞിട്ടൊരാളിനെ നിങ്ങൾക്ക് ശിക്ഷിക്കാൻ പറ്റുമോ? എന്നാണോ ആ നിയമം നിലവിൽ വരുന്നത് അന്ന് മുതലാണ് ആ നിയമം. അതിൻ്റെ തലേ ദിവസം അങ്ങനെ ഒരു നിയമമില്ല. അതുകൊണ്ട് അയാൾ പൊതുസ്ഥലത്ത് പുകവലിച്ചു. അയാളെ ഇന്നലത്തെ കാര്യത്തിന് ഇന്ന് ശിക്ഷിക്കാൻ പറ്റില്ലല്ലോ. ഇതാണ് കോടതി പറഞ്ഞത്. കോടതി പറഞ്ഞു 2013 കോടതി ഈ വഖഫ് ബോർഡ് അവരുടെ ഭൂമിയാണ്, ഇതിലൊന്നും കോടതി പോകുന്നില്ല. ഈ ക്രിമിനൽ കേസ് മാത്രമാണ് കോടതി പരിശോധിക്കുന്നത്. കോടതി നോക്കി ഇങ്ങനെ ഒരു ക്രിമിനൽ കേസ് ഇവരുടെ പേരിൽ എടുക്കാൻ വകുപ്പുണ്ടോ? ഉണ്ട്. അതാണ് 52A. പക്ഷേ ആ 52A വന്നത് 2013 ഇവരുടെ കേസ് കെട്ട് 2006 മുതലോ 2003 മുതലോ ഒക്കെ തുടങ്ങിയതാണിത്. പോസ്റ്റ് മാസ്റ്റർക്ക് ഒരു ക്ലെയിമും ഇല്ല ഇത് വഖഫിൻ്റെ ആണെന്നോ അല്ലെന്നോ. അങ്ങനെ അവിടെ വാടകക്കാരനല്ലേ, ഇത് ആരുടെ ആയാലും അങ്ങനെ എന്താ? പോസ്റ്റ് മാസ്റ്ററും പോസ്റ്റ് സൂപ്രണ്ടിനും ഒന്നും ഇതിലൊരു ക്ലെയിമും ഇല്ല. അവർ പറയുന്നത് അത് നിങ്ങളുടെയാണെങ്കിൽ നിങ്ങൾ എടുത്തോപ്പോൾ ഞങ്ങൾ വാടകക്കാരല്ലേ, ഞങ്ങൾ മാറത്തരാമെന്നും പറഞ്ഞ് ഞങ്ങൾക്ക് വേറെ മുറി കിട്ടിയില്ല. പത്രത്തിൽ പരസ്യമൊക്കെ കൊടുത്തെങ്കിലും പക്ഷേ ഞങ്ങൾ എങ്ങോട്ടെങ്കിലും പൊക്കോളാം, ഞങ്ങൾക്ക് നിങ്ങളുടെ ഭൂമിയും വേണ്ട ബിൽഡിങ്ങും വേണ്ട. പക്ഷേ ഞങ്ങളുടെ പേരിൽ ക്രിമിനൽ കേസ് എടുക്കുമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? വാടകയ്ക്ക് താമസിച്ചതിൻ്റെ പേരിൽ. ഇതെന്ത് പരിപാടി? ഇതാണ് അവർ ചോദിക്കുന്നത്. ഇതാണ് ഹൈക്കോടതി പറഞ്ഞു. ഇതെന്തോ 2013 നിങ്ങൾ ക്രിമിനലൈസ് ചെയ്തു ഒരു കാര്യം. അതിനു മുമ്പ് ഉണ്ടായിരുന്ന പുലിവാലിലേക്ക് ഈ ക്രിമിനൽ കേസ് കൊണ്ടുപോകാൻ പറ്റില്ല. ഇപ്പോൾ ട്രിപ്പിൾ തലാക്ക് കുറ്റകരമാക്കി. ഇപ്പം നേരത്തെ ഇത് കുറ്റകരമാക്കുന്നതിന് 4 വർഷം മുമ്പ് ഒരാൾ തലാക്ക് ചൊല്ലിയെന്ന് വെച്ചോ, അയാളെ പിടിച്ച് തൂക്കിയിടണോ? ഇല്ലല്ലോ. ട്രിപ്പിൾ തലാക്ക് എന്ന് കുറ്റകരമാക്കിയോ അന്ന് മുതലാണ് ട്രിപ്പിൾ തലാക്ക് കുറ്റമാകുന്നത്. അതിൻ്റെ തലേ ദിവസം വരെ ആരൊക്കെ ട്രിപ്പിൾ തലാക്ക് ചെയ്തിട്ടുണ്ടോ അവരെല്ലാം രക്ഷപ്പെട്ടു. മനസ്സിലായോ? ഈ സിമ്പിൾ കാര്യമാണ് ഹൈക്കോടതി വിധിച്ചിരിക്കുന്നത്. അല്ലാതെ ഹൈക്കോടതി വഖഫ് ആക്റ്റോ അതിൻ്റെ ഭേദഗതിയോ സംഗതിയോ ഒന്നും നോക്കിയിട്ടില്ല. വഖഫ് ആക്റ്റിലെ സെക്ഷൻ 52A വന്നത് 2013 അതിന് മുമ്പാണ് ഈ പറഞ്ഞ പോസ്റ്റ് ഓഫീസും അനാഥാലയവും തമ്മിലുള്ള തർക്കമോ വാടകയോ ഗ്രില്ലോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ. അതുകൊണ്ട് മുൻകാല പ്രാബല്യത്തോടെ അവരെ ശിക്ഷിക്കാൻ പറ്റില്ല. ഇതാണ് കോടതി പറഞ്ഞത്. അതുകൊണ്ട് മജിസ്ട്രേറ്റ് കോടതിയിലെ കേസ് റദ്ദാക്കിയിരിക്കുന്നു. ഇതാണ് വിധി. ഇത് 7-ാം തീയതി വിധി വന്നു. 12-ാം തീയതി ചെണ്ടകൊട്ട് തുടങ്ങി. എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു. വഖഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും എന്തും പറയാവുന്ന ഒരു ഏരിയ ആയിട്ട് ഇപ്പോൾ മാറിയിരിക്കുകയാണ്. ഞാനതുകൊണ്ടാണ് വഖഫിനെ പറ്റി കൂടുതലൊന്നും പറയാത്തത്. എന്തും പറയാവുന്നൊരു സ്ഥിതി. ഇപ്പോൾ ഇന്നലെയോ മിനിഞ്ഞാന്നോ തിരുവനന്തപുരത്ത് പാളയത്ത് രക്തസാക്ഷി മണ്ഡപത്തിൽ വലിയ പൊതുയോഗം. അതിൽ മുനമ്പം പ്രശ്നം സർവകക്ഷി യോഗം വിളിക്കണമെന്ന് ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റോ. നല്ല കാര്യമാണ്. ലത്തീൻ ആർച്ച് ബിഷപ്പാണ് അദ്ദേഹം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് സർവകക്ഷി യോഗം വിളിക്കണം. ഈ സർവകക്ഷി യോഗം വിളിച്ചിട്ട് ഞാൻ തിരുമേനിയോട് ചോദിക്കുകയാണ്, സർവകക്ഷി യോഗം വിളിച്ചിട്ട് എന്ത് ചെയ്യാൻ പോവുക? ഇതൊരു രാഷ്ട്രീയ പ്രശ്നമാണ്.
പല രാഷ്ട്രീയ വഴക്കും അവിടെയുണ്ട്. BJP CPM സംഘർഷമാണോ മുൻപത്ത് നടക്കുന്നത്? സർവകക്ഷി യോഗം വിളിക്കാനായിട്ട് അത് തന്നെ സർവകക്ഷി യോഗം വിളിച്ചാൽ തീരുന്നില്ല. സർവകക്ഷി യോഗം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവരും ഇങ്ങനെ വട്ടമേശയ്ക്ക് ചുറ്റും ഇരുന്നിട്ട് ചിരിച്ചുകൊണ്ടിരിക്കും, അതിൻ്റെ ഫോട്ടോ വരും. അവസാനം സർവകക്ഷി യോഗം കഴിഞ്ഞ് പുറത്തിറങ്ങിയ മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് സംസാരിക്കാതെ മടങ്ങി, നേരെ ഇരുന്ന് മുഖ്യമന്ത്രി മടങ്ങിപ്പോയി. ഇതാണ് ഒരു. അടുത്തത് പ്രതിപക്ഷ നേതാവ് പുള്ളി പുറത്തിറങ്ങിയിട്ട് മുഖ്യമന്ത്രിയെ ചുമ്മാ അങ്ങ് ചീത്ത വിളിക്കും. ആത്മാർത്ഥതയില്ലാത്തവനാണ്, അപ്പടിയാണ് ഇപ്പടിയാണ് ചീത്ത പറഞ്ഞിട്ട് അങ്ങേരും വണ്ടി കയറിപ്പോകും. ഇതാണ് സർവകക്ഷി യോഗത്തിൻ്റെ ഒരു ഫോർമാറ്റ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത്. മിക്കവാറും സർവകക്ഷി യോഗം BJP ബഹിഷ്കരിക്കും. അതും ഇതിൻ്റെ ഒരു ചടങ്ങാണ്. ഒരുമാതിരിപ്പെട്ട സർവകക്ഷി യോഗത്തിൽ അവരെ വിളിക്കുകയില്ല. വിളിച്ചില്ല എന്നൊക്കെ പറഞ്ഞാൽ അവർ ബഹളം വിളിച്ചാൽ അവരിടയ്ക്ക് വെച്ച് ഇറങ്ങി പോരുകയും ചെയ്യും. ഇതൊക്കെ രാഷ്ട്രീയത്തിലുള്ള, ഞാൻ ആരെയും കുറ്റമായിട്ട് പറയുന്നത് രാഷ്ട്രീയത്തിലുള്ള ഇത് ചെയ്യണമെന്നാണ് നമ്മളുടെ നെറ്റോ ബിഷപ്പിൻ്റെ ആവശ്യം. പുള്ളിയും ഒരു കാര്യം എടുത്ത് പറയുന്നുണ്ട് കേട്ടോ. വൈകാരികമായി പ്രതികരിക്കണമെന്നും വിഷയം വർഗീയവൽക്കരിക്കണം എന്നും ആഗ്രഹമുള്ള തൽപരകക്ഷികളുണ്ട്. മതസൗഹാർദ്ദത്തിന് ഒരു പോറലും സംഭവിക്കാതെ മുന്നോട്ട് പോകണമെന്ന് പറയുമ്പോഴും പ്രശ്നത്തിന് ശാശ്വത പരിഹാരം വേണമെന്ന കാര്യത്തിൽ ഒരു തരത്തിലുള്ള ഒത്തുതീർപ്പുമില്ല. ഇതാണ്. കക്ഷത്തിലുള്ളത് പോകരുത് എന്ന് പറയുമ്പോഴും ഉത്തരത്തിലുള്ളത് എടുത്തേ മതിയാകൂ എന്നുള്ളതിൽ ഒരു തർക്കത്തിനും സ്കോപ്പില്ല. ഇതാണ് ബിഷപ്പ് പറയുന്നത്. നിങ്ങൾ ഈ പ്രസ്താവനയുടെ ആ ഡബിൾ ഗെയിം എന്ന് ആലോചിച്ച് നോക്കിയേ. വൈകാരികമായി പ്രതികരിക്കണമെന്നും വിഷയം വർഗീയവൽക്കരിക്കണമെന്നും ആഗ്രഹമുള്ള തൽപരകക്ഷികളുണ്ട്. അതാരാണെന്ന് അറിഞ്ഞു. അത് മിക്കവാറും BJP ആണ് പുള്ളി ഉദ്ദേശിക്കുന്നത്. മതസൗഹാർദ്ദത്തിന് ഒരു പോറലും സംഭവിക്കാതെ മുന്നോട്ട് പോകണം. അങ്ങനെ പറയുമ്പോഴും പ്രശ്നത്തിന് ശാശ്വത പരിഹാരം വേണം. കാരണം പുള്ളിക്ക് തന്നെ സംശയമുണ്ട്. പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കിയാൽ മതസൗഹാർദ്ദം തകരും. അതുകൊണ്ടാണ് അത് ചെയ്യുമ്പോഴും ഇതുണ്ടാവാതെ നോക്കണം. ഉണ്ടാവും. കക്ഷത്തിലിരിക്കുന്ന പോകാതെ നിങ്ങൾക്ക് ഉത്തരത്തിലിരിക്കുന്നത് എടുക്കാൻ പറ്റില്ല. രണ്ടിലൊന്ന് തീരുമാനിക്കണം. കക്ഷത്തിൽ ഇരിക്കണോ അതോ ഉത്തരത്തിൽ നിന്ന് എടുക്കണോ? ഇതാണ് നെറ്റോ എന്ന ആർച്ച് ബിഷപ്പിനോട് എനിക്ക് പറയാനുള്ളത്. ഈ പ്രസംഗം ഒക്കെ ഇതിൻ്റെ സ്ഥിരം ഫോർമാറ്റാണ്. എല്ലാ മാന്യന്മാരും കൂടുമ്പോൾ ഇത് പ്രശ്നമാകും കേട്ടോ, ആൾക്കാർ തമ്മിൽ അടിയാകും എന്ന് തുറന്ന് പറയില്ല. ആൾക്കാർ തമ്മിൽ അടിക്കാതെ നമുക്ക് പരിഹരിക്കണമെങ്കിൽ ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ. എന്താ? അതും ഇദ്ദേഹം പറയുന്നുണ്ട്. സിദ്ദിഖ് സേട്ട് 404 ഏക്കർ ഭൂമി ഫറൂഖ് കോളേജിന് നൽകുമ്പോൾ ക്രയവിക്രയം നടത്താനുള്ള ഉപാധി കൂടി വച്ചിരുന്നു. അതോടെ അത് വഖഫ് ഭൂമി അല്ലാതായി കഴിഞ്ഞു. ഇതാണ് നെറ്റോ പറയുന്നത്. ഇപ്പോൾ രാഷ്ട്രീയ നേതൃത്വവും പൊതുസമൂഹവും ആ തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. വർഷങ്ങളായി തൊഴിലെടുത്ത് ജീവിക്കുന്ന 606 കുടുംബങ്ങൾക്ക് അന്തസ്സായി ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാവണം. അപ്പോൾ സിദ്ദിഖ് സേട്ട് ആണ് വഖഫ് ചെയ്തതെന്നാണല്ലോ പറയുന്നത്. എൻ്റെ കയ്യിൽ ആ ഡോക്യുമെൻ്റൊക്കെ ഉണ്ട് കേട്ടോ. ഞാനൊരു ദിവസം നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാൻ. ചുമ്മാ ഒരു സാധനം, ഒരു കടലാസ് ഒരു മനുഷ്യൻ വായിക്കുകയില്ല, ഒന്നുമില്ല, ചുമ്മാ അങ്ങ് ബഹളം വയ്ക്കുകയാണ്. ഞാനത് ബഹളമൊന്നും മൂക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനും കുറേശ്ശെ കടലാസുകൾ ഞാനും ശേഖരിക്കുന്നുണ്ട്. ഈ 404 ഏക്കർ ഭൂമി സിദ്ദിഖ് സേട്ട് ഫാറൂഖ് കോളേജിന് നൽകുമ്പോൾ ക്രയവിക്രയം നടത്താനുള്ള ഉപാധി കൂടി വെച്ചിരുന്നു. ശരിയാണ്. സിദ്ദിഖ് സേട്ട് കൊടുക്കുമ്പോൾ പറഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ക്രയവിക്രയം ചെയ്യാം എന്ന് പറഞ്ഞത്. വാസ്തവത്തിൽ അതൊരു ഗിഫ്റ്റ് ഡീഡാണ്, ദാനമാണ്, വഖഫ് അല്ല സിദ്ദിഖ് സേട്ട് ചെയ്തിരിക്കുന്നത്. വഖഫ് ചെയ്യണമെങ്കിൽ പടച്ചോന് ചെയ്യണം, എന്നിട്ടൊരു മുത്തവല്ലിയെ വെച്ചിട്ട് വഖഫ് ബോർഡ്, അങ്ങനെയാണ് ഇത് പോകുന്നത്. അപ്പോൾ ഇങ്ങേരിത് ചെയ്ത് 1950-ലാണ്. അന്ന് വഖഫ് ബോർഡ് ഇല്ലല്ലോ, അന്നും ഉണ്ട്, വേറൊരു ബോർഡുണ്ട്, അന്ന് വേറെ സംവിധാനമുണ്ട്. വഖഫ് ബോർഡ് എന്ന് പറയുന്ന സർക്കാരുണ്ടാക്കിയ സ്ഥാപനം 54-ലാണ് വരുന്നതെങ്കിലും അതിന് മുമ്പും മുസ്ലിങ്ങൾക്ക് വഖഫ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇത് ഈ സിദ്ദിഖ് സേട്ട് ഫാറൂഖ് കോളേജിന് ദാനം കൊടുത്തതാണ്. അതിന് ദാനം കൊടുക്കുമ്പോൾ പടച്ചോൻ്റെ വേണ്ടുകയാൽ എന്നൊക്കെ പറഞ്ഞ് എഴുതുമല്ലോ. ഇതാണ് ഇവർ ഈ വഖഫ് എന്ന് പറയുന്നത്. വഖഫ് എന്നുള്ള വാക്കും അതിൽ വന്നിട്ടൊക്കെയുണ്ട്. പക്ഷേ വഖഫായിട്ടല്ല അത് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഫറൂഖ് കോളേജ് നേരെ പരിപാലിച്ച് കൊണ്ടുപോയില്ലെങ്കിൽ ഇത് തിരിച്ചെടുക്കുമെന്ന് എഴുതിയിട്ടുണ്ട്. വഖഫ് ചെയ്ത ഭൂമി ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റില്ല. കൊടുത്തുപോയി, പടച്ചോന് കൊടുത്താൽ പോയി. പിന്നെ നമുക്കറിയാമല്ലേ, നമ്മുടെ ഹിന്ദു ദൈവങ്ങളുടെ ഭണ്ഡാരങ്ങൾ നിങ്ങൾ നോക്ക്,
ഭണ്ഡാരത്തിന് ചെറിയൊരു ഗ്യാപ്പേ ഉള്ളൂ, അതിലൂടെ ഇടാനേ പറ്റുള്ളൂ, എടുക്കാൻ പറ്റില്ല. പറ്റുമോ? ഇതുപോലെയാണ് വഖഫ്. പടച്ചോന് നിങ്ങൾക്ക് കൊടുക്കാൻ പിന്നെ തിരിച്ചെടുക്കാൻ പറ്റില്ല. അതാണ് വഖഫ്. നമുക്ക് ഭണ്ഡാരത്തിൽ കാശിടാൻ പറ്റുമോ? ഈ അമ്പലത്തിൻ്റെ ആൾക്കാർ നേരെ നടത്തിയില്ലെങ്കിൽ ഈ കാശ് ഞാൻ തിരിച്ചെടുക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ കാശ് കൊടുക്കാൻ പറ്റുമോ അമ്പലത്തിന്? ഇതുപോലെയാണ് വഖഫ്. നിങ്ങൾക്ക് കൊടുക്കാനേ പറ്റുള്ളൂ, പിന്നെ കഴിഞ്ഞു. തിരിഞ്ഞു നോക്കരുത്. നമ്മൾ ഹിന്ദുക്കളൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. 10 പവൻ്റെ മാല കൊണ്ടുപോയിട്ട് ഗുരുവായൂരപ്പൻ്റെ നടക്കിൽ വയ്ക്കും. അത് ആ നടക്കിൽ നിൽക്കുന്നവൻ എടുത്തിട്ട് പോക്കറ്റിലെടുക്കും. പോക്കറ്റ് ഷർട്ടില്ലല്ലോ, മടിയിൽ വയ്ക്കും. നമ്മൾ ആരും ഒന്നും മിണ്ടില്ല, അവനതുകൊണ്ട് അങ്ങ് പോകും. ഇയാളോട് വെച്ച ആളിനോട് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളി പറയും, ഞാൻ നടയിൽ വെച്ചു, അത് ഗുരുവായൂരപ്പൻ്റെയാണ്, പിന്നെ ഗുരുവായൂരപ്പൻ നോക്കിക്കോളണം. എന്താണ് ന്യായം? ഇതുപോലെ മുസ്ലിങ്ങൾക്ക് പടച്ചോന് കൊടുത്ത് തിരിഞ്ഞ് നടക്കുക, കഴിഞ്ഞു. പിന്നെ അത് ആരെന്ത് ചെയ്ത് പട്ടി കടിച്ചുകൊണ്ട് പോയാലും നിങ്ങൾക്കതിലൊരു റോളില്ല. ഇതാണ് വഖഫ് നിയമം. പക്ഷേ സിദ്ദിഖ് സേട്ട് എഴുതി വെച്ചിരിക്കുന്നത് മര്യാദയ്ക്ക് ഇത് നടത്തിക്കൊണ്ട് പോയില്ലെങ്കിൽ ഞാനിത് തിരിച്ചെടുക്കും എന്നാണ്. അങ്ങനെയുള്ള വസ്തു വഖഫാണോ? അല്ല. അപ്പോൾ മുനമ്പത്ത് എന്ത് ചെയ്യണം? ഇത് വഖഫ് അല്ല എന്ന് ഡിക്ലെയർ ചെയ്തിട്ട് വഖഫ് ബോർഡ് അവകാശവാദം പിൻവലിക്കണം. നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന പോലെ പലരും ഫാറൂഖ് കോളേജിന് കാശ് കൊടുത്ത് ഭൂമി വാങ്ങിച്ചു. ശരി, വാങ്ങിച്ചു. മുന്നാധാരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സിദ്ദിഖ് സേട്ട് കൊടുത്ത ദാനാധാരം അത് കയ്യിലുണ്ട്. അത് അക്സെപ്റ്റ് ചെയ്തിട്ട് പഴയ പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോവുക. അപ്പോൾ മീഡിയ വണ്ണിന് ഇത് പിടിക്കില്ല, മാധ്യമത്തിന് ഇത് പിടിക്കില്ല. അനധികൃതമായ റിസോർട്ട്, ഏക്കർ കണക്കിന് ഭൂമി കൈവശം വെച്ച ഇതൊക്കെ ഉണ്ട്. കേരളത്തിലെ എല്ലാ സ്ഥലത്തും ഉണ്ട്. ചെറായിലുണ്ട്, മുനമ്പത്തുണ്ട്, എറണാകുളത്തുണ്ട്, ആലപ്പുഴയിലുണ്ട്. വേമ്പനാട്ട് കായൽ കയ്യേറാത്ത ആരെങ്കിലും ഉണ്ടോ? ഈ പറഞ്ഞ പരിപാടിയെല്ലാം മുനമ്പത്തുമുണ്ട്. ഇല്ലെന്നൊന്നും ഞാൻ പറയില്ല. അവിടെയും റിസോർട്ടുകളുണ്ട്. ടൂറിസ്റ്റ് സെൻ്ററാണ്. ചില റിസോർട്ടുകൾ CRZ നിയമം ലംഘിച്ച് കാണും. ചിലർക്ക് പഞ്ചായത്തിൻ്റെ പെർമിറ്റേ ഉണ്ടാവില്ല. ചിലർക്ക് ബാർ പെർമിറ്റ് ഇല്ലാതെ പുറകുവശത്തൂടെ കള്ള് കച്ചവടം നടത്തുന്നുണ്ട്. ഇങ്ങനെയൊക്കെ സംഭവിക്കും. ഇതൊക്കെ സാധാരണ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ മുനമ്പത്തും സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് മുനമ്പം വഖഫ് ഭൂമിയായി എന്ന് പറയുന്നത് ശരിയല്ല. അനധികൃതമായ റിസോർട്ടുണ്ട്, അതുകൊണ്ട് അത് തനിക്കെടുത്തുകൊണ്ട് പോകാം. അതില്ലല്ലോ. അനധികൃതമായ റിസോർട്ടിന് അതിൻ്റേതായ സൊല്യൂഷൻസും ഉണ്ട്. ആ അനധികൃതമായ റിസോർട്ട് നിലനിർത്താൻ വേണ്ടിയിട്ട് റിസോർട്ട് മുതലാളി കാശ് മുടക്കിയിട്ട് പന്തലിട്ടിട്ട് ഇവരെ കൊണ്ട് സമരം ചെയ്യിക്കാം. അമ്പടാ, എന്തൊരു വളഞ്ഞ ബുദ്ധിയാണെന്ന് ആലോചിച്ച് നോക്കിയേ. മാധ്യമം പത്രം നിരന്തരം ലേഖനം എഴുതി വിട്ടുകൊണ്ടിരിക്കുക. മാധ്യമവും പത്രവും മാധ്യമ ആഴ്ചപ്പതിപ്പും മീഡിയ വൺ ചാനലും. അവരുടെ പോയിൻ്റ് ഇതാണ്: അനധികൃതമായ റിസോർട്ടുകൾ നിർമ്മിച്ച ഭൂമാഫിയ. അതിനൊരു മാർക്കറ്റ് ഉണ്ടല്ലോ കേരളത്തിൽ. ഭൂമാഫിയ, ഫ്ലാറ്റ് മാഫിയ, ക്വാറി മാഫിയ എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ മാഫിയ പിന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ ഗതിയില്ലാതെ ഇവൻ ആകെ കൂടെ ഒരു റിസോർട്ടേ കാണുള്ളൂ. അത് തന്നെ നഷ്ടത്തിലുമാണ്. എന്ത് ഭയങ്കോട്ടെ, ഇങ്ങനത്തെ ഏർപ്പാടൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർ ഭൂമാഫിയ നടത്തുന്ന ഓപ്പറേഷനാണിത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയി നോക്കിയവർക്കറിയാം. അവിടെ താമസിക്കുന്ന ആൾക്കാരാണ് അവിടെ ബഹളം വയ്ക്കുന്നത്. അവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനായിട്ട് ഇപ്പോൾ കത്തോലിക്ക സഭയിൽ പല സ്ഥലത്തുനിന്നും ആൾക്കാർ വരുന്നുണ്ട്. എറണാകുളത്തുനിന്ന് കുറവാണ് കേട്ടോ. എറണാകുളം വിട്ട് ബാക്കി സ്ഥലത്തു നിന്നാണ് സഭയുടെ ആൾക്കാർ വരുന്നത്. എന്തുകൊണ്ടോ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് അത്ര ഒരു താല്പര്യം മുനമ്പത്ത് കാണുന്നില്ല. ഞാനൊരു കുറ്റം പറഞ്ഞാൽ പോയതാണ്. വലിയ വലിയ തിരുമേനിമാരൊക്കെ പോയിട്ടൊക്കെ ഉണ്ട്. എന്നാലും അത്ര ഒരു ഇൻവോൾവ്മെൻറ്റ് പോരാ. നമ്മുടെ ഈ കുർബാന, ജനാഭിമുഖ കുർബാന വേണം എന്നൊക്കെ പറഞ്ഞുള്ള ഉന്തും തള്ളും ഇതൊക്കെ ഉണ്ട്. അതിൻ്റെ ഒരു ആവേശമൊന്നും മുനമ്പത്ത് കാണുന്നില്ല. ദൂരെയുള്ളവർക്ക് അതുണ്ട്. ആ ചങ്ങനാശ്ശേരി ഇന്ന് വരുന്നുണ്ട്, പല സ്ഥലത്തു നിന്നൊക്കെ വരുന്നൊക്കെ ഉണ്ട്. അവർ വന്ന് ഐക്യദാർഢ്യം ബോട്ടും വള്ളവും ഒക്കെ ആയിട്ട് വന്ന് ഐക്യദാർഢ്യമൊക്കെ പ്രകടിപ്പിക്കുന്നൊക്കെ ഉണ്ട്. അത് നടക്കട്ടെ, കുഴപ്പമൊന്നുമില്ല. ആ സമരം ജെനുവിനാണ്. അതിന് റിസോർട്ട് മാഫിയ കാശ് കൊടുത്ത് നടത്തിക്കുന്ന സമരമാണെന്നൊക്കെ മാധ്യമം പത്രം എഴുതുന്നത് നിങ്ങൾക്ക് തന്നെ കുറച്ചിലാണ്. ഏത് പത്രത്തിനും ഒരു അന്തസ്സ് വേണമല്ലോ. അപ്പോൾ അതൊക്കെ കളയുക. ഈ വക നാടകങ്ങൾ, ഈ ഡയലോഗ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ആർച്ച് ബിഷപ്പ് തോമസ് ജെന്നറ്റോയുടെ കക്ഷത്തിലുള്ളത് പോകാതിരിക്കുമ്പോൾ തന്നെ ഉത്തരത്തിലുള്ളത് എടുക്കാൻ ആലോചിക്കണം എന്നുള്ള ഡയലോഗ്. മാത്രമല്ല, ഇതിൻ്റെ പെർമനൻറ്റ് സൊല്യൂഷൻ വഖഫ് ബോർഡ് ക്ലെയിം പിൻവലിക്കുക എന്നുള്ളതാണ്. പറയാതെ പറഞ്ഞ് വെച്ചിരിക്കുകയാണ് ബിഷപ്പ്. ഏതായാലും വരും ദിവസങ്ങളിൽ
മുനമ്പം വഖഫ് പ്രശ്നം കൂടുതൽ ചൂടാകും. അതിനെ 7-ാം തീയതി വന്ന ഹൈക്കോടതി വിധിയുമായിട്ട് കൂട്ടിക്കുഴയ്ക്കരുത്. ഹൈക്കോടതി വിധി വഖഫ് ആക്ട് സംബന്ധിച്ചതല്ല. വഖഫ് ആക്ടിനകത്തെ സെക്ഷൻ 52A മുൻകാല പ്രാബല്യമുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കൊടുക്കുക മാത്രമാണ് ഹൈക്കോടതി ചെയ്തിട്ടുള്ളത്. താങ്ക് യു.